Hi friends, welcome back our new video. ഇന്നത്തെ വീഡിയോ ഒരു ഹെൽത്തി ടിപ്സ് വീഡിയോ ആണ്. നമ്മുടെ ഭക്ഷണക്രമത്തിൻ്റെയും വ്യായാമക്കുറവിൻ്റെയും എല്ലാം മാറ്റം കൊണ്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരുപാട് വർധനവുണ്ടായിട്ടുണ്ട്. അതിൽ കൂടുതലും നമ്മളിൽ പലരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അസുഖമാണ് ഗ്യാസ് ട്രബിൾ. പാൽ വെച്ചിട്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത രീതിയിൽ തികച്ചും നേച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താമെന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ഒരു ഒറ്റമൂലി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാലിൻ്റെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആവശ്യമുണ്ട്. വെളുത്തുള്ളി, അതുപോലെ പുതിനയില, ഇഞ്ചി, കുറച്ച് വാളംപുളി, അതുപോലെ അരി. ഇതെല്ലാം കൂടെ ഒറ്റ യൂസിങ്ങിനല്ല, പനിക്ക് പോലും പല പേരുകളുണ്ടെന്ന പോലെ ഗ്യാസ് ട്രബിളും പല ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതുപോലെ 4 വിധത്തിലുള്ള ഗ്യാസ് ട്രബിളിനെല്ലാം സൊല്യൂഷനാണിത്. നമ്മൾ കപ്പ, മത്തൻ, പൊട്ടാറ്റോ എല്ലാം കഴിച്ചാലുണ്ടാവും ഒന്ന് വയറ് വീർത്തിട്ട് ഒരു സ്തംഭനാവസ്ഥ, ആ ഒരു അവസ്ഥ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ജ്യൂസാണിത്. അത് നമ്മൾ പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം വെളുത്തുള്ളി തോടെല്ലാം ഒഴിവാക്കിയിട്ട് നന്നായിട്ട് കട്ട് ചെയ്യുക. ചതച്ചു ഇടണ്ട, അതുപോലെ ചതച്ചിട്ടോ കീറിയിട്ടോ ഒന്നും ഇടണ്ട. നെടുകെ പിളർത്തിയിട്ട് ഒരു വെളുത്തുള്ളി അല്ലി 3 പീസാക്കിയിട്ട് ഇടുക. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 4-5 മിനിറ്റോളം നമ്മളിത് തിളപ്പിച്ച് വറ്റിക്കണം. എന്നിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് ആ പാലാണ് നമ്മൾ കുടിക്കേണ്ടത്. ഗ്യാസ് ട്രബിൾ കൊണ്ട് വയറ് വീർത്തിരിക്കുന്ന ടൈമാണെങ്കിൽ ഇത് കുടിച്ചാൽ പെട്ടെന്ന് നമുക്ക് ആശ്വാസം ലഭിക്കും. നല്ലൊരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ആർക്കും ട്രൈ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കുക. ആദ്യമെല്ലാം വയസ്സുള്ളവർക്ക് മാത്രമായിരുന്നു ഈ ഒരു അസുഖം. ഇപ്പോൾ ചെറിയ കുട്ടികളിൽ പോലും ഇങ്ങനൊരു ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലം വരുന്നുണ്ട്. ഇത് ചെറിയവർക്കോ വലിയവർക്കോ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗർഭിണികൾ ഒഴികെ, ഗർഭിണികൾ ഇത് യൂസ് ചെയ്യേണ്ട. അതുപോലെ ഇനി നിങ്ങളിലെ വെള്ളപ്പോക്കിൻ്റെ അസുഖമുള്ളവരാണെങ്കിലും, സ്ത്രീകളിലെ വെള്ളപ്പോക്കിൻ്റെ അസുഖമുള്ളവരാണെങ്കിലും ഇത് യൂസ് ചെയ്യേണ്ട. അവർക്ക് വെളുത്തുള്ളി സൈഡ് എഫക്റ്റാണ്. അങ്ങനെയുള്ളവർക്ക് ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ചെയ്യാനുള്ളതാണ് അടുത്തത് പറയുന്നത്. ഈ വയറ് വീർക്കലിൻ്റെ കൂടെ വയറ്റുന്ന് പോവാത്തൊരവസ്ഥയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ വെളുത്തുള്ളി ഒന്ന് ആദ്യം വറുത്തെടുക്കുക. അതിനുശേഷം ഈ പാലൊഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ചെയ്താലും മതി. ഇനി ഗർഭാവസ്ഥയിലുള്ള വൊമിറ്റിങ്ങും അതുപോലെ ഭക്ഷണം വേണ്ടാത്ത പല അവസ്ഥകളും ഉണ്ടാവും ഗർഭാവസ്ഥയിൽ. ആ ടൈമിൽ നമ്മൾ ചെയ്യേണ്ടതാണിത്. ആ ടൈമിൽ വെളുത്തുള്ളി, ഏലക്ക പോലുള്ളത് ഒരുപാട് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. അത് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര. ആ ഒരു സ്റ്റെപ്പ് ഞാൻ വീഡിയോ എടുത്തപ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് പോയി. നമ്മൾ അരി അതൊന്ന് കഴുകിയിട്ട് നന്നായിട്ട്, ഓയിലൊന്നും ഇടണ്ട. പണ്ടെല്ലാം 10 മണി ചായ ആയിരുന്നു അരി വറുത്തതും തേങ്ങയും ചേർത്തിട്ടുള്ള ചായ. ഇത് ചായ ഒന്നുമല്ല. നന്നായിട്ട് അരി വറക്കുക. എന്നിട്ട് ആ ചൂടോടെ തന്നെ അതിലേക്ക് പാലൊഴിച്ചിട്ട് തിളപ്പിക്കുക. ഒരു 4-5 മിനിറ്റ് പാലങ്ങനെ തിളപ്പിക്കുക. ശേഷം അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ഒന്നും യൂസ് ചെയ്യേണ്ട. ഗർഭിണികളിലെ ആ വൊമിറ്റിങ് എല്ലാം പെട്ടെന്ന് മാറും. ഞാൻ മോളെ വയറ്റുള്ള ടൈമിൽ ഭയങ്കരമായിട്ട് ഛർദിയും, അതുപോലെ ഭക്ഷണങ്ങളൊന്നും കണ്ടാൽ പെട്ടെന്ന് ഛർദി, എന്തെങ്കിലും കഴിച്ചാലും ഛർദിക്കുക, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. ആ ടൈമിൽ എനിക്ക് നല്ല ആശ്വാസമായിരുന്നു ഇങ്ങനെ ചെയ്തിട്ട്. പാലും അരിയും ഒരു എഫക്റ്റും ഇല്ലാത്ത സംഭവമാണ്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഗർഭിണികൾക്ക് ഇങ്ങനെ ഒരു ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് സജസ്റ്റ് ചെയ്യാം. കുഞ്ഞിനും അമ്മക്കും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ആ ടൈമിൽ വെളുത്തുള്ളി യൂസ് ചെയ്താൽ വെള്ളം കുറയാനും അതുപോലെ തന്നെ ഉദരവേദനകൾക്കെല്ലാം സാധ്യത കൂടുതലാണ്. അപ്പോൾ ആ ടൈമിൽ ഇത് യൂസ് ചെയ്ത ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഇനി ഗർഭിണിയൊന്നുമല്ല, പക്ഷേ വെള്ളപ്പോക്കിൻ്റെ അസുഖമുള്ള, അതുപോലെ PCODൻ്റെ പ്രോബ്ലമൊക്കെ ഉള്ളവരാണ്. അവർക്കും ഈ വെളുത്തുള്ളി അത്ര നല്ലതല്ല. അങ്ങനെയുള്ളവർക്ക് ഗ്യാസ് ട്രബിളിൻ്റെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷനാണിത്. ഇതിനും വേണ്ടത് ആദ്യം ഒരു ഗ്ലാസ് പാല് നന്നായിട്ട് തിളപ്പിക്കുക. പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പുതിനയില ഇട്ട് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യണ്ട. പുതിന ഇതുപോലെ നല്ലൊരു ഔഷധ സസ്യം തന്നെയാണ്. ഇത് സ്ഥിരമായിട്ട് നമ്മുടെ കട്ടൻ കാപ്പിയിലൊക്കെ ഇട്ട് കുടിക്കുന്നവരുണ്ട്, അവർക്കും നല്ലതാണ്. അറബികളെല്ലാം യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണിത്. അവർക്ക് ഗ്യാസ് ട്രബിൾ വരുന്ന ടൈമിൽ അവരിങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇതും ഒരു സൈഡ് എഫക്റ്റും ഇല്ല. പക്ഷേ ഈ വെള്ളപ്പോക്കുള്ളവർക്ക് വെളുത്തുള്ളി പ്രോബ്ലം ആണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത്. ചിലതെല്ലാം പാലുമായിട്ട് ചേരുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും. പക്ഷേ ഇത് പുതിനയോ വെളുത്തുള്ളിയൊന്നും പാലുമായിട്ട് ചേരുമ്പോൾ പ്രോബ്ലം ഇല്ല. പക്ഷേ പല ശരീരവും
പല രീതിയിലാണ് പ്രതികരിക്കുക. അപ്പോൾ വെളുത്തുള്ളി പറ്റാത്തവരാണെങ്കിൽ പുതിനയില ചേർത്തിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിയതിന് ശേഷം അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട്, ഇനി പുതിനയില കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലാത്തവരാണെങ്കിൽ അരിച്ചിട്ട് ഇത് ഏത് രീതിയിലുള്ളതായാലും ഒന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം കുടിക്കുക. ചൂടോടെ കുടിക്കണ്ട, പെട്ടെന്ന് ഒറ്റ വലിക്ക് കുടിക്കാൻ വേണ്ട. നമ്മൾ ഇതെന്നല്ല, ഏതൊരു ഒറ്റമൂലം ഒരു ഔഷധം നമ്മൾ കഴിക്കുകയാണെങ്കിൽ മരുന്നായാലും ഒറ്റയടിക്ക് കഴിക്കണ്ടെന്ന് പറയില്ല, അതുപോലെ തന്നെ. ഇനി പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. ഒരു ഗ്യാസിനെല്ലാം ഭയങ്കര പ്രോബ്ലം ഉള്ളൊരു ഐറ്റംസാണ് മത്തൻ, അതുപോലെ കപ്പ, അതുപോലെ പൈനാപ്പിൾ എല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിച്ചാൽ നമുക്ക് ഗ്യാസ് ട്രബിൾ ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഇത് കണ്ടാൽ കൊതി അടക്കാനും വയ്യ. അപ്പോൾ കുറച്ചൊന്ന് കഴിച്ചെന്ന് തോന്നി നമുക്ക്. എൻ്റെ അമ്മോ, ഞാൻ കൊതി കൊണ്ട് കഴിച്ചും ചെയ്തു, ഇനിയിപ്പോൾ ഗ്യാസ് നിറഞ്ഞ് ആകെ ബുദ്ധിമുട്ടാവുന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നമുക്കിഷ്ടമുള്ളതെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുക്കുക. അതിന് ശേഷം അത്രയും വരുന്ന രീതിയിൽ ഇഞ്ചി എടുക്കുക. അതോടൊപ്പം ഒരു സ്പൂൺ ഉപ്പും ചേർക്കുക. ഒരു ഇത്തിരി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ വേണ്ട. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക. വേവിക്കൊന്നും വേണ്ട. എന്നിട്ട് ഇതങ്ങ് കടിച്ച് ചമച്ച് കഴിക്കുക. ഓഹ് എൻ്റെ സാറേ, ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം ഇതാണ്. ഇതെൻ്റെ ഉമ്മച്ചിക്ക് ഒരാൾ പറഞ്ഞു കൊടുത്തതാ. അതുകൊണ്ട് ഗ്യാസ് ഉണ്ടോ ഇല്ലയെന്നൊന്നുമില്ല, ഇപ്പോൾ ഫുൾ ടൈം ഇതാണ് അടിക്കുന്നത്. അത്ര ടേസ്റ്റുമാണ്. എന്നാലോ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഒരുപാട് കഴിച്ചു പോവില്ലേ. വളംപുളി അൾസറിനെല്ലാം സാധ്യത ഉള്ളതാണ്. പക്ഷേ ഇഞ്ചിയോട് ചേരുമ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഈ പ്രോബ്ലം നമുക്കിഷ്ടമുള്ളത് കഴിച്ചു കഴിഞ്ഞാൽ അത് വരുന്നില്ല. ഇനി ഇഞ്ചിയും ഉപ്പും മാത്രം കഴിച്ചാലും മതി. കഴിച്ചു കഴിഞ്ഞുള്ള നെഞ്ചരിച്ചൽ മാറ്റാൻ ബെസ്റ്റ് ഒറ്റമൂലിയാണിത്. ഏതൊരു അസുഖത്തിനുള്ള മരുന്നും നമുക്ക് അടുത്ത മെഡിക്കൽ ഷോപ്പുകളിൽ ലഭ്യമാണ്. പക്ഷേ അതെല്ലാം എപ്പോഴും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. ഇടയ്ക്കെല്ലാം ഇങ്ങനെ പ്രകൃതിയിലേക്ക് മടങ്ങുക. വലിയ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതെല്ലാം ട്രൈ ചെയ്യുക. എന്നുവെച്ചാൽ ഗ്യാസൊക്കെ നന്നായിട്ട് കയറി വേദനിച്ച് നിൽക്കുന്ന ടൈമിലൊന്നും ഇത് ട്രൈ ചെയ്യരുത്. ഒരു ബുദ്ധിമുട്ടില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഇത് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഇതുപോലുള്ള ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇനിയൊരു കിടിലൻ വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.